കടുത്ത വേനൽ ചൂടാണ്. ഫാനും കൂളറും എ സിയും ഒക്കെ ഇട്ട് എങ്ങനെയെങ്കിലും കുറച്ച് ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചാലോ? കണ്ണ് തള്ളുന്ന കറണ്ട് ബില്ലും 10,000-14,000 രൂപയൊക്കെ കറണ്ട് ബില്ല് വന്ന റീലുകളാണ് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നതാണ് മിക്കവരുടെയും അവസ്ഥ. എന്ത് ചെയ്യും? ചില വഴികളുണ്ട്, പറയാം. ഫാനുകളും എയർ കണ്ടീഷണറുകളും ഓഫ് ചെയ്യാൻ കഴിയാത്തത്ര ചൂടാണിപ്പോൾ കേരളത്തിൽ. എ സി ഇട്ട് ഒന്ന് കൂളായി വന്നപ്പോഴാണ് അതിലും വലിയ ഇടുത്തിയായി കറണ്ട് ബിൽ കൂടി മലയാളി വീടുകളിലേക്ക് എത്തുന്നത്. പക്ഷേ പേടിക്കണ്ട, ചില കുറുക്ക് വഴികൾ പ്രയോഗിച്ചാൽ വൈദ്യുതി ചെലവ് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. ആദ്യത്തേത്, വീട്ടിൽ എ സി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യുക എന്നതാണ്. എ സിയുടെ താപനില 18 ഡിഗ്രി സെൽഷ്യസിലാക്കിയാണ് എപ്പോഴും ഉപയോഗിക്കുന്നതെങ്കിൽ കറണ്ട് ബില്ലിൽ 4 അക്കം ഉറപ്പാണ്. 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് തന്നെ ധാരാളമാണ്. ഓരോ ഡിഗ്രി കുറയുമ്പോൾ വൈദ്യുതി ഉപയോഗം 6% അധികം ആവശ്യമായി വരും എന്നതാണ് കണക്ക്. അതായത് 24 ഡിഗ്രി എന്നത് 23 ആകുമ്പോൾ തന്നെ കറണ്ട് ഉപയോഗം 6% വർദ്ധിക്കും. എ സിക്കൊപ്പം ചെറിയ വേഗത്തിൽ ഫാൻ കൂടി ഉപയോഗിക്കുന്നതും നല്ലതാണ്. 24-26 ഡിഗ്രിയിൽ എ സി സജ്ജമാക്കിയ ശേഷം ഫാൻ കൂടി ഇട്ടാൽ മുറി പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. എ സിയുടെ ലോഡ് കുറയുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ മിക്ക ദിവസങ്ങളിലും എ സി ഉപയോഗിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ 2 ആഴ്ച കൂടുമ്പോൾ എ സിയുടെ എയർ ഫിൽട്ടർ വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം എ സിയുടെ ലോഡ് കുറയ്ക്കാനും അതുവഴി വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാനും സഹായിക്കും. ഇനി വീടിനകത്തെ ചൂട് നിയന്ത്രിക്കാനാണെങ്കിൽ ഉച്ച സമയത്തെ ചൂടേറിയ സൂര്യപ്രകാശം വീടിനുള്ളിലേക്ക് പ്രവേശിക്കാതെ നോക്കണം. അതിനർത്ഥം വാതിലും ജനലുമെല്ലാം അടച്ചു പൂട്ടിയിടുക എന്നതല്ല. കട്ടി കൂടിയതോ ഇരുണ്ട നിറമുള്ളതോ ആയ കർട്ടനുകൾ ഉപയോഗിച്ചാൽ മതി. ചൂടേറിയ സൂര്യപ്രകാശം കയറാത്തത് കൊണ്ട് തന്നെ വീടിനുള്ളിൽ താരതമ്യേന തണുപ്പുണ്ടാകും. പിന്നെ ഒരു നില വീടോ വീടിന്റെ 2ാമത്തെ നിലയിലോ ആണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ സീലിംഗുകൾ വെള്ള പെയിന്റ് അടിക്കാൻ ശ്രദ്ധിക്കുക. അതൊരു പരിധിവരെ ചൂടിനെ പ്രതിരോധിക്കും. വൈദ്യുതി ബിൽ കൂട്ടുന്ന മറ്റൊരു ഗൃഹോപകരണമാണ് റെഫ്രിജറേറ്റർ. അതിന്റെ സ്ഥാനം, ഉപയോഗ രീതിയൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ 8ന്റെ പണിയാകും കിട്ടുക. റെഫ്രിജറേറ്റർ അഥവാ ഫ്രിഡ്ജിന്റെ സ്ഥാനം എപ്പോഴും ഭിത്തിയിൽ നിന്ന് 6 ഇഞ്ചെങ്കിലും വിട്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഫ്രിഡ്ജിന്റെ ചൂട് എളുപ്പത്തിൽ പുറത്തു പോകില്ല. ഇത് ഫ്രിഡ്ജിന്റെ ലോഡ് വർദ്ധിക്കാൻ കാരണമാകും. പിന്നെ കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ ഫ്രിഡ്ജിന്റെ വാതിൽ ഒരുപാട് തവണ തുറക്കാൻ സാധ്യതയുണ്ട്. ഇത് ഫ്രിഡ്ജിനകത്തെ താപനിലയെ ബാധിക്കും. ഒപ്പം ചൂടോടെ ഭക്ഷണം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. കാരണം താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം ക്രമീകരിക്കാൻ റെഫ്രിജറേറ്ററിന് അധിക പണിയെടുക്കേണ്ടി വരും. ആ പണിയെടുപ്പ് വൈദ്യുതി ബില്ലും വർദ്ധിപ്പിക്കും. ചെറിയൊരു ടിപ്പ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പഴയ ബൾബുകളും ട്യൂബ് ലൈറ്റുകളുമാണ് വീട്ടിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റുന്നതാകും നല്ലത്. പകരം LED-യിലേക്ക് മാറുന്നത് കറണ്ട് ബില്ല് കുറയ്ക്കാനും നിസ്സാരമെങ്കിലും ചൂട് കുറയ്ക്കാനും സഹായിക്കും. കൂടാതെ ഉപയോഗം കഴിഞ്ഞാൽ വൈദ്യുതി ഉപകരണങ്ങൾ അൺപ്ലഗ് ചെയ്യാനും മറക്കരുത്. സാധാരണ നമ്മൾ TV ഒക്കെ റിമോട്ടിൽ ഓഫ് ചെയ്തിട്ട് പോകാറില്ലേ? അതിനു പകരം സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ കറണ്ട് ബിൽ പിടിച്ചു നിർത്താൻ കഴിയും. മറ്റുള്ള വഴികൾ അറിയാമെങ്കിൽ നിങ്ങളും കമന്റ് ചെയ്യും.